ലോർഡ്സ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ പൊരുതി വീണ ഇന്ത്യ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 170 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. അർദ്ധ സെഞ്ചുറി നേടിയ ജഡേജയുടെ ഒറ്റയാൾ പോരാട്ടം വിഫലമായി. ജയത്തോടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ജോയ് മോൻ ജോസ് ആണ് ചേരുന്നത്. ജോയ്, ഈ വാലറ്റത്തെ കൂട്ടുപിടിച്ച് ജഡേജ നടത്തിയ പോരാട്ടം വിഫലമായി അല്ലേ? തീർച്ചയായും അഖില, അതായത് ഈ ഒരു ലോർഡ്സ് ടെസ്റ്റിൽ ഏറെ ഒരു മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചൊരു താരമാണ് ജഡേജ. അതായത് ഇന്ത്യയിലെ ടോപ്പ് ഓർഡർ ഉൾപ്പെടെ ഇംഗ്ലണ്ട് ബോൾ നിരയ്ക്ക് മുമ്പിൽ വീഴുമ്പോഴും വാലറ്റത്തെ കൂട്ടുപിടിച്ചാണ് ജഡേജയുടെ ഒരു ജയത്തിലേക്കുള്ളൊരു ശ്രമമാണ് പരാജയപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്. എങ്കിലും ജഡേജയുടെ പ്രകടനം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് 87-ന് 7 വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായപ്പോൾ പിന്നീട് ജസ്പ്രീത് ബുംറയും അതുപോലെ തന്നെ അതിനുശേഷം വന്ന മുഹമ്മദ് സിറാജിനെയും കൂട്ടുപിടിച്ച് നടത്തിയ ജഡേജയുടെ ചെറുത്തുനിൽപ്പാണ് ഇന്ത്യനെ ഒരു വലിയൊരു തോൽവിയിൽ അല്ലെങ്കിൽ നാണക്കേടിൽ നിന്ന് ഒഴിവാക്കിയത്. അതുപോലെ ജഡേജ തുടർച്ചയായിട്ട്, അതായത് ഈ കഴിഞ്ഞ 4 ഇന്നിങ്സുകളിലും അർദ്ധ സെഞ്ചുറി നേടി, അതായത് ലോക റാങ്കിങ്ങിൽ ഉള്ള ഓൾറൗണ്ടർമാരിൽ മികച്ചതെന്ന് 1ാം സ്ഥാനത്തുള്ള ജഡേജ അത് ഒരിക്കൽ കൂടി ക്രിക്കറ്റ് ലോകത്തിന് കാണിച്ചു തരികയായിരുന്നു ഇന്നത്തെ പ്രകടനത്തിൽ കൂടെ. ഒരു ഘട്ടത്തിൽ നമുക്ക് കളി പൂർണ്ണമായും കൈവിട്ട് പോയി എന്ന് തോന്നിയിടത്തു നിന്നാണ് ജഡേജയുടെ ഈ ഒരു ഒറ്റയാൾ പോരാട്ടം ഇത്ര വരെ, അതായത് 22 റൺസിനാണ് നമ്മളിപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്, അവിടം വരെ എത്തിച്ചത്. അല്ലെങ്കിൽ തന്നെ ഒരു വലിയൊരു തോൽവി തന്നെ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്നേനെ. പിന്നീടായാലും ഈ മത്സരത്തിൽ എടുത്ത് പറയേണ്ട കാര്യം ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് നിരയാണ്. അതായത് ജോഫ്ര ആർച്ചർ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇംഗ്ലണ്ട് നിരയിൽ തിരിച്ചെത്തി ഒരു മികച്ച പ്രകടനമാണ് ഈ ടെസ്റ്റിൽ കാഴ്ചവെച്ചത്. അതായത് ഈ 2ാം ഇന്നിങ്സിലാണെങ്കിലും 3 വിക്കറ്റുകൾ എറിഞ്ഞിട്ട ജഡേജ ഇന്ത്യൻ ബോളർമാരെ കൂടാരം കയറ്റതിൽ ജോഫ്ര ആർച്ചർ നിർണായക പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആയാലും ഇപ്പോൾ ആദ്യ മത്സരത്തിൽ ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറിയുമായി തിളങ്ങിയ KL രാഹുൽ ഒരു മികച്ച തുടക്കം ഈ ഒരു 2ാം ഇന്നിങ്സിൽ ഇന്ത്യക്ക് സമ്മാനിച്ചെങ്കിലും പിന്നീട് അത് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നത് ശുഭ്മാൻ ഗില്ലായാലും അതുപോലെ തന്നെ കരുൺ നായരായാലും പിന്നീട് വന്ന താരങ്ങളൊക്കെ നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ലോർഡ്സിൽ ഉണ്ടായത്. എങ്കിൽ തന്നെ ആയാലും ഇന്നത്തെ ഒരു തോൽവി ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിരാശകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജഡേജയുടെ ഒരു പ്രകടനത്തെക്കുറിച്ച് നമുക്ക് ഒരിക്കൽ കൂടി പറയാം. അതെന്നാൽ ഒരു 87-ന് 7 വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായ ശേഷം ഒരു 30 ഓവറോളം ജഡേജ ഒറ്റയ്ക്ക് ഒരു ഒറ്റയാൾ പട്ടാളമായിട്ടൊരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അത് ഏറെക്കൂടി, അതായത് എത്ര പറഞ്ഞാലും പ്രശംസിച്ചാലും മതിയാകാത്ത ഒരു പ്രകടനമാണ്, അതും ലോർഡ്സിൽ. അതുപോലെ ലോർഡ്സിലെ ടെസ്റ്റ്, അതായത് ലോർഡ്സിൻ്റെ അവസാന ദിനം സാഹചര്യങ്ങൾ എപ്പോഴും ഒരു 4ാം ഇന്നിങ്സിൽ അനുകൂലമായിരിക്കില്ല. അപ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഇന്ത്യ പൊരുതി വീഴുന്നൊരു കാഴ്ചയാണ് ഇന്ന് ലോർഡ്സിലുണ്ടായത്. എങ്കിൽ തന്നെയാലും ഇപ്പോൾ പരമ്പരയിൽ ആദ്യ മത്സരവും അതുപോലെ തന്നെ ഈ ടെസ്റ്റും വിജയിച്ച ഇംഗ്ലണ്ട് ഇപ്പോൾ 2-1 മുന്നിലാണ്. അപ്പോൾ അവശേഷിക്കുന്ന 2 ടെസ്റ്റുകളിൽ മികച്ച തിരിച്ചുവരവ് നടത്താനായിരിക്കും ഇന്ത്യ ഇനി ലക്ഷ്യമിടുക. അഖില, ലോർഡ്സ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ പൊരുതി വീണിരിക്കുകയാണ് ഇന്ത്യ. 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 170 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. ജോയ് മോൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.